ഡൽഹിയിലെ വിമാനത്താവളങ്ങളിൽ പരിശോധന നടത്തുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ ടെർമിനൽ തകർന്ന ഒരാൾ മരിച്ചിരുന്നു അവിടെ. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കെട്ടിടങ്ങളുടെ സുരക്ഷ പരിശോധിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വീണ്ടും ഗൗതം ചേരുകയാണ്. ഗൗതം, എന്തായാലും പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒന്നാം ടെർമിനലാണ് തകർന്ന് താഴേക്ക് പതിച്ചത്. തുടർന്ന് ഒരാൾ മരണപ്പെടുകയും 7 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായി. ഇന്നലെ ഈ സ്ഥലം കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു സന്ദർശിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ തന്നെ അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഡൽഹിയിൽ മാത്രമല്ല മുഴുവൻ രാജ്യത്തെ ചെറുതും വലുതുമായ വിമാനത്താവളങ്ങൾ, അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും ഡൊമസ്റ്റിക് വിമാനത്താവളങ്ങളിലും ഇത്തരത്തിൽ സുരക്ഷാ പരിശോധന, അതായത് കെട്ടിടങ്ങളുടെ ടെർമിനലുകളുടെയും അതോടൊപ്പം തന്നെ എയർപോർട്ടുമായി അനുബന്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന മറ്റ് കെട്ടിടങ്ങളുടെയും സുരക്ഷ എത്രയും പെട്ടെന്ന് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട സമഗ്രമായ റിപ്പോർട്ട് വളരെ വേഗത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിക്കണം എന്നതാണ് ഇപ്പോൾ മന്ത്രി തന്നെ നേരിട്ട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ ഈ ടെർമിനൽ 1 തകർന്നതിനോടൊപ്പം കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഒരു വിമാനത്താവളത്തിലും ടെർമിനൽ തകർന്ന് അവിടെ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് കെട്ടിടം പതിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ 2 വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ എല്ലാ എയർപോർട്ടുകളുടെയും കെട്ടിടങ്ങളുടെ സുരക്ഷ സംബന്ധിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്.